സാംസ്കാരിക തലസ്ഥാനത്ത് ഇന്ന് കലാമാമാങ്കത്തിന് തുടക്കമാകും. കേരള സ്കൂൾ കലോത്സവത്തിന്റെ വസന്തം തീർക്കാൻ പൂക്കളുടെ പേരിൽ 25 വേദികൾ ഒരുങ്ങിക്കഴിഞ്ഞു. ഉദ്ഘാടന ദിനമായി ഇന്ന് തേക്കിൻകാട് മൈതാനിയിലെ എക്സിബിഷൻ ഗ്രൗണ്ടിലെ വേദി 1 സൂര്യകാന്തിയിൽ രാവിലെ 10 മുഖ്യമന്ത്രി പിണറായി വിജയൻ കലോത്സവം ഉദ്ഘാടനം ചെയ്യും. അവിടെ നിന്നും കലോത്സവ നഗരിയിൽ നിന്നും അക്ഷയ ദാമോദരനും ഇന്ദുലേഖ രേണുവും വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. അക്ഷയ, ഇന്ദുലേഖ, ഗുഡ് മോർണിംഗ്. കൗമാരക്കാരുടെ കൂട്ടത്തിൽ നിന്ന് രണ്ടുപേരും കൗമാരക്കാരികളായി നേരത്തെ സ്നേഹ പറഞ്ഞതുപോലെ എന്ന് വിചാരിക്കുന്നു. ഈ കൗമാരക്കാരുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് പങ്കുവയ്ക്കുന്നു നമ്മുടെ പ്രേക്ഷകർക്കായി. തീർച്ചയായിട്ടും മോത്തി സൂചിപ്പിച്ച പോലെ തന്നെ കൗമാരക്കാരുടെ പൂരമാണ്, ജൻസികളുടെ പൂരമാണ് സാംസ്കാരിക നഗരി, പൂരനഗരി. ഇതാ പൂരത്തിൽ തിടമ്പേറ്റുന്ന ആളുകൾ എന്ന പോലെ ഇവിടെ ഓടി നടക്കുന്ന രണ്ടുപേരുണ്ട്. ഈ പ്രഭാതത്തിൽ നമ്മളെക്കാൾ ചെറുപ്പമായിട്ടുള്ള രണ്ടുപേരും കൂടെ ചേർന്നുണ്ട്. അതെ, ഞങ്ങളെക്കാൾ ചെറുപ്പം എന്നൊക്കെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പോഴും സംഘാടനത്തിന്റെ ഒക്കെ ആ ഒരു പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ, കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. അണ്ണ നമ്മുടെ ശക്തനായ നേതാവാണ്. വിദ്യാർത്ഥി കാലത്ത് കേരളത്തെ ഇളക്കി മറിച്ച സംഘാടകനാണ്. പഴയ കഥകളൊക്കെ ഇപ്പൊ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ പറഞ്ഞു, മറ്റേ തീ പാറിച്ച നേതാവാണെന്നൊക്കെ. പഴയ കലാലയ ആ ഒരു ലൈഫിലേക്ക് ഈ ഒരു സമയം തിരിച്ചു പോകുന്നുണ്ട്. പട്ടാളക്കാരുടെ കഥ പോലെ എന്തെങ്കിലും കഥയുണ്ടോ മിനിസ്റ്റർക്ക് ഒരു കലോത്സവമായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റേജൊക്കെ ആയിട്ട് കണക്ട് ചെയ്ത്? അങ്ങനെ കഥയൊന്നുമില്ല. ഇവിടെ തൃശ്ശൂര് എല്ലാം സജ്ജമാണ്. ഇനിയിപ്പോൾ മത്സരങ്ങൾ ആരംഭിച്ചാൽ മതി, ഉദ്ഘാടനം തുടങ്ങിയാൽ മതി. പിന്നെ ഞാനും രാജനുമൊക്കെ ഇന്നലെ മെനഞ്ഞാന്നും കഴിഞ്ഞ ആഴ്ച മുഴുവൻ ഇതിൻ്റെ പുറകെ ഉണ്ടായിരുന്നു. തൃശ്ശൂർ നഗരം ഇത് ഏറ്റെടുത്തിരിക്കുകയാണ്, ജനപ്രതിനിധികൾ ഏറ്റെടുത്തിരിക്കുകയാണ്. ഒരുപാട് ചരിത്രം സൃഷ്ടിക്കാൻ വേണ്ടി പോകുന്ന പിന്നെ കലാമേളയാണ് ഈ കലാമേള. വെറും മത്സരത്തിൽ സമ്മാനം നേടുക എന്നതിലപ്പുറം പരീക്ഷ എഴുതി ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങുന്നത് എന്നതിലും അപ്പുറം വെച്ച് ഒരു വിദ്യാർത്ഥി എങ്ങനെ ഉത്തരവാദിത്തമുള്ള ഒരു വിദ്യാർത്ഥിയായി മാറണമെന്നുള്ള സന്ദേശം കൂടി ഈ കലാമേളയിൽ ഞാൻ ചോദിക്കണമെന്ന് ഒരു ചോദ്യമാണ്. അത് ഉത്തരവാദിത്ത കലാമേള അല്ലെ, ഉത്തരവാദിത്ത കലോത്സവം, ആ തരത്തിലൊരു പേര് ഈ കാലിക പ്രസക്തി ആർജിക്കുന്നത് കൊണ്ടാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഉത്തരവാദിത്വ ബോധം എന്നുള്ള ഇത്രയും വർഷമായല്ലോ 64ാമത് കലോത്സവത്തിന് അങ്ങനെ ഒരു പേര്? അതായത് ഇന്ന് വർത്തമാന കാലഘട്ടത്തിൽ നമ്മുടെ കുട്ടികൾ കൂടുതൽ ഉത്തരവാദിത്തം വേണം. ഇപ്പോൾ ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടം ഒരു ഉത്തരവാദിത്തമാണല്ലോ, പരസ്പര സ്നേഹം ഒരു ഉത്തരവാദിത്തമാണല്ലോ, പരിസ്ഥിതി സംരക്ഷണം ഒരു ഉത്തരവാദിത്തമാണല്ലോ, ഒരു പഴയ സാധനങ്ങൾ റോഡിൽ വലിച്ചെറിയാതിരിക്കുക അതൊരു ഉത്തരവാദിത്തമാണല്ലോ, ഒരു കുട്ടി ഏറ്റവും നല്ല ഏതെങ്കിലും ഒരു മിടുക്ക് കാണിച്ചു അവനോടൊരു നന്ദി പറയുക അല്ലെങ്കിൽ അവനൊന്ന് പ്രോത്സാഹിപ്പിക്കുക എന്നൊരു ഉത്തരവാദിത്തമാണല്ലോ. അപ്പോൾ ഈ കാര്യങ്ങളിലൊക്കെ തന്നെ നമ്മൾ കുട്ടികളെ കൊച്ചിലെ വളർത്തിക്കൊണ്ട് വന്നാൽ മാത്രമേ അവർ ഉത്തരവാദിത്തമുള്ള പൗരന്മാരായി മാറുള്ളൂ. അതൊരു വ്യത്യസ്തമായിട്ടുള്ള ആശയമായിട്ട് പറഞ്ഞു. രാജൻ മിനിസ്റ്റർ എന്നല്ല പറയുന്നുണ്ടായിരുന്നു, ഇന്നിവിടെ പൂരത്തിന്റെ ഒരു സാമ്പിൾ തന്നെ കാണിക്കാൻ പോവാണ്. ഇലഞ്ഞിത്തറ മേളവും കുടമാറ്റവും അടക്കം എല്ലാം എല്ലാം പടയാണ്, ഒരു കുഴവില്ലാത്ത വിധം തൃശ്ശൂർ അങ്ങ് പൊളിക്കും. വളരെ ഗംഭീരമായി ഞങ്ങൾ ഈ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൻ്റെ ഒരു രുചി കൂടി അറിഞ്ഞുകൊണ്ട് വളരെ ഗംഭീരമായിട്ട് ഈ കലോത്സവം സംഘടിപ്പിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും നടക്കുകയാണ്. എത്രയും കുട്ടികൾ വരട്ടെ, എല്ലാവർക്കും തൃശ്ശൂർ സേഫാണ്. 64ാമത് കലോത്സവം 100 കണക്കിന് പുതിയ പ്രതിഭകളെ ഉണ്ടാക്കും. യഥാർത്ഥത്തിൽ ഇപ്പോൾ ശിവൻകുട്ടിയണ്ണൻ പറഞ്ഞല്ലോ, ഈ 64ാമത് കലോത്സവത്തിലേക്ക് വരുമ്പോൾ ഇന്നലെ രാത്രി 11:30 മണി കഴിഞ്ഞിട്ടാണ് ഇവിടെ കാസർഗോഡ് നിന്നുള്ള ഒപ്പന മത്സരത്തിൽ പങ്കെടുക്കുന്നവർ. അവർ താമസിക്കാനുള്ള സ്ഥലമല്ല അന്വേഷിക്കുന്നത്, കലോത്സവത്തിൻ്റെ ഈ വേദിയൊക്കെ കണ്ടങ്ങ് ത്രില്ലിൽ ആവേശത്തിൽ ഇങ്ങനെ മുന്നേറ്റ് അതിഗംഭീരമായിട്ട് പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം, ഒരു പ്രയാസവും ഉണ്ടാകില്ല. തൃശ്ശൂർ ഏറ്റവും ഗംഭീരമായി കലോത്സവത്തെ വരവേൽക്കും. ഒരുപാട് പ്രതിഭകളെ കലോത്സവം സൃഷ്ടിച്ചിട്ടുണ്ട്. മിനിസ്റ്റർ, ഈ കലോത്സവത്തിന് ഇപ്പൊ രണ്ടുപേരുടെ മിനിസ്റ്റർക്ക് തിരക്കാണ്. നമ്മുടെ ഇത്രയും പവലിയനുകളുണ്ട്, മാധ്യമങ്ങളുടെ ഈ കലോത്സവ മാധ്യമങ്ങളുടെ ആഘോഷം കൂടിയാണ്. അപ്പം എല്ലായിടത്തും മിനിസ്റ്റർ വേണം, എല്ലാ മിനിസ്റ്റർമാരും നമുക്ക് വേണം. നമ്മൾ എല്ലാ തവണയും കലോത്സവം ഉണ്ട്, ഇത്തവണ പക്ക ജനസിപൂരം എന്നൊക്കെ നമുക്ക് പറയാം. അതായത് നമ്മൾ ഈ ഇന്ററാക്ട് ചെയ്യാൻ പോകുന്ന കുട്ടികൾ എന്ന് പറയുന്നത് നമ്മുടെ കാഴ്ചപ്പാട് ഒന്നുമുള്ള ആളുകളല്ല. പക്ഷെ നമ്മുടെ സർക്കാരാണെങ്കിൽ അവർക്ക് വേണ്ടി അവരുടെ ഒപ്പം ചേർന്ന് വേണ്ടി ഇന്നിപ്പം ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഒക്കെ വരുന്നൊക്കെ ഞാൻ അറിയുകയും ചെയ്തിട്ടുണ്ട് അല്ലെ. എങ്ങനെയാണ് അങ്ങനെ അവർക്കൊപ്പം നിൽക്കുന്നത്? ജൻസിപൂരം തന്നെയാണിത്. പുതിയ തലമുറ കൗമാരത്തിൻ്റെ കലോത്സവത്തിൽ നിന്ന് കൗമാരത്തിൻ്റെ ഒരു പൂരത്തിലേക്ക് നമ്മൾ 64ാമത് കലോത്സവത്തിൽ കിടക്കുകയാണ്. ഈ പൂരത്തിൽ മുങ്ങിത്തോരാത്തവരാരും തൃശ്ശൂരും കേരളത്തിലും ഉണ്ടാകാത്ത വിധം ഞങ്ങളൊരു ദിവസം 1 ലക്ഷം പേർ വരെ ഈ വേദികളിൽ വിവിധ വേദികളിലായിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത്രയും പേർ വരട്ടെ, സന്തോഷത്തോടെ അവർക്കെല്ലാവർക്കും പൂരത്തിന്റെ പാട്ട് തുടങ്ങിയിട്ടുണ്ട്. പാട്ട് മുഴുവൻ ഞാനിപ്പോ പാടുന്നില്ല, ഒരുമിച്ച് പാടാൻ നമുക്ക് ഒരു അല്ല ഇപ്പൊ പാടാം. ഒരു വരി നമ്മൾ തുടങ്ങുമല്ലേ, അപ്പൊ മിനിസ്റ്റർ ഒരു വരി പാടുവാണെങ്കിൽ
റെഡി 1 2 3 സ്റ്റാർട്ട്. കാന്ത ഞാനും വരാം തൃശൂർ പൂരം കാണാൻ. അടിപൊളി. താങ്ക് യു സോ മച്ച് മിനിസ്റ്റർ. എന്തായാലും മിനിസ്റ്റർ നമ്മൾ എന്ത് പറഞ്ഞാലും പറയാണ്ട് വയ്യ ഇന്ദു. നമ്മളിപ്പോൾ മിനിസ്റ്ററോട് പറയാണ് പുലിക്കളിയാണ്, മിനിസ്റ്റർ ഒരു ചുവട് വയ്ക്കോ? മിനിസ്റ്റർ വയ്ക്കും. ഒരു പാട്ട് പാടോ? മിനിസ്റ്റർ പാടും. അതാണ് തൃശ്ശൂരിലെ മന്ത്രിമാര്. മാതൃഭൂമിയിൽ കൂടെ തന്നെ കണ്ടിട്ടുണ്ട് എല്ലാത്തിനും മുന്നിൽ. ഇപ്പൊ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ എല്ലാ പവലികളിലും കയറി ഇറങ്ങി സാന്നിധ്യം എല്ലായിടത്തും അറിയിക്കുകയാണ്.